ഓശാന ഞായറിൽ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രസകരമായ സംഭവങ്ങളിലൊന്ന് കഴുതയും കഴുതക്കുട്ടിയും. കഴുതക്കുട്ടിക്ക് പുറത്തിറങ്ങാൻ ഭയമാണ്. കാരണം കുഞ്ഞിന് വേണ്ടി തീറ്റ തേടിപ്പോകുന്ന അമ്മ കഴുത തനിക്കുണ്ടാകുന്ന വേദനകളെല്ലാം ഈ കഴുതക്കുട്ടിയുമായിട്ട് പങ്കുവെക്കാറുണ്ട്. കഴുത ഒരു വിഴുപ്പ് ചുമക്കുന്ന ജീവിയാണ്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിനെങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം. ഇതാണ് മനുഷ്യൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരസ്കരണങ്ങളും ദ്രോഹങ്ങളും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ജീവിയാണ് കഴുത എന്ന് ഈ കഴുതക്കുട്ടി എപ്പോഴും വിശ്വസിച്ചു. കഴുതക്കുട്ടിക്ക് പുറത്തിറങ്ങാൻ വലിയ പേടിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 2 പേർ വന്ന് ഈ കഴുതക്കുട്ടിയെ അഴിച്ചു കൊടുക്കും. കഴുതക്കുട്ടി ആകാവുന്ന വിധത്തിലെല്ലാം തൻ്റെ വിസമ്മതം പ്രകടിപ്പിച്ചു. എന്നിട്ട് ബലമായി ഈ കഴുതക്കുട്ടിയെ കൊണ്ടുപോവുകയാണ്. വിഷമത്തോടു കൂടിയാണെങ്കിലും കഴുതക്കുട്ടി അവരോടുകൂടി യാത്രയായി. അപ്പോഴാണ് കഴുതയുടെ മുതലാളി വന്ന് കഴുതയെ കൊണ്ടുപോകുന്നവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് അന്യായമാണ് ചെയ്യുന്നത്? ഇതെൻ്റെ കഴുതയും കുട്ടിയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? കഴുതക്കുട്ടിക്ക് വലിയ ആശ്വാസമായി. കാരണം തനിക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് ഒരാളുണ്ടല്ലോ. ഇനി അവരോടൊപ്പം പോകേണ്ടി വരില്ലെന്ന് ഈ കഴുതക്കുട്ടി മനസ്സിലാക്കി. ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അഴിച്ചുകൊണ്ടുപോയവരുടെ മറുപടി, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യം. കർത്താവ് എന്ന് കേട്ടത് രണ്ടാമതൊന്നും ആലോചിക്കാതെ കഴുതക്കുട്ടിയെ അവരോടൊപ്പം യജമാനായിരിക്കുകയാണ്. പിന്നീട് സംഭവിക്കുന്നതെല്ലാം തികച്ചും നാടകീയമായാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിക്കുന്നു. ഒരു വ്യക്തി പുറത്ത് കയറിയിരിക്കുന്നു. കഴുത പോകുന്ന വഴിയിലെല്ലാം ജനങ്ങൾ വസ്ത്രങ്ങൾ വിരിക്കും. അതിനിടയിൽ ഓശാനയുടെ സ്തുതിഗീതങ്ങൾ, ഒലിവിൻ കമ്പുകളേന്തി സ്ത്രീജനങ്ങൾ ചുറ്റും നിന്ന് നൃത്തം ചെയ്യുന്നു. അമ്മ കഴുത പറഞ്ഞതിൽ നിന്നും തീർത്തും വിഭിന്നമായ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. കഴുതക്കുട്ടി മനസ്സിൽ വിചാരിച്ചു, അമ്മ നുണ പറയുകയായിരുന്നു. താൻ പുറത്തിറങ്ങാതിരിക്കാൻ അമ്മ കളവ് പറഞ്ഞതാണ്. രാജകീയ യാത്രയെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം തെല്ല് അഹങ്കാരത്തോടു കൂടി കഴുതക്കുട്ടി എഴുന്നേറ്റു. തലേ ദിവസം യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കഴുതക്കുട്ടി വിചാരിച്ചു, ഇന്നലത്തെ പോലെ ഒന്നുകൂടി ഒരു സവാരി നടത്തിയല്ല. ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ കഴുതക്കുട്ടി സവാരി ആരംഭിക്കാൻ തുടങ്ങി. പക്ഷേ ഇന്നലത്തെ പോലെയുള്ള സ്വീകരണങ്ങളൊന്നും കാണില്ല. വഴിയിൽ ആരും വസ്ത്രങ്ങളൊന്നും വിരിക്കില്ല. ഈ ആളുകൾക്കൊക്കെ എന്ത് പറ്റി എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വലിയൊരു മരക്കഷ്ണം വന്ന് മുതുകത്ത് വീണു. ഓടിക്കുകയാണ്. അവിടെ നിന്ന് ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് ഒരൊറ്റ ഓട്ടം. അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ, നിനക്കല്ലായിരുന്നു ഇന്നലെ ജനങ്ങൾ വസ്ത്രങ്ങൾ വിരിച്ചത്. നിനക്ക് വേണ്ടിയല്ല ജനങ്ങൾ ഒലിവിൻ്റെ കമ്പുകൾ ഉയർത്തി സ്തുതി പാടിയത്. മറിച്ച് നിൻ്റെ മുകളിലിരുന്ന കർത്താവിനാണ്. ഈ കഴുതക്കുട്ടി നാം തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. കർത്താവ് നമ്മിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിലയുള്ളവരായിട്ട് മാറുന്നത്. പക്ഷെ പലപ്പോഴും കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് വായ്പ ചോദിക്കുന്നവനായിട്ട് നമുക്ക് കാണാം. പുൽക്കൂട് വായ്പ വാങ്ങി, പ്രസംഗിക്കുന്നതിന് പത്രോസിൻ്റെ വള്ളം വായ്പ വാങ്ങി, ദാഹം ശമിപ്പിക്കുന്നതിന് പടയാളിയുടെ നീർപ്പഞ്ഞി വായ്പ വാങ്ങി, സ്നേഹമുള്ള ഹൃദയം വെളിപ്പെടുത്തുന്നതിന് ശതാധിപൻ്റെ കുന്തം വായ്പ വാങ്ങി, 10,000 തീറ്റിപ്പോറ്റാൻ ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും വായ്പ വാങ്ങി. എങ്കിൽ നാം ആകുന്ന കഴുതകളെ വായ്പയായി എടുത്തുകൊണ്ട് കർത്താവിന് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബിഷപ്പ് ഫുൾട്ടൻ ജേഷനോട് അദ്ദേഹത്തിൻ്റെ യോഗ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഇന്നത്തെ ലോകത്തിന് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ ചില കഴുതകളെ ആവശ്യമുണ്ട്. അത്തരമൊരു കഴുതയാകാൻ ഞാൻ തീരുമാനിച്ചു. മിസ്റ്റർ ജോൺ മരിയ വിയാനി അധികാരികൾ കഴുതി എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പഴയ നിയമത്തിലെ സാംസൺ കഴുതയുടെ താടിയെല്ല് കൊണ്ട് ഫിലിസ്തീനരുടെ മേൽ വിജയം വരിക്കുകയും അങ്ങനെ അവൻ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ജീവനുള്ള ഒരു മുഴുക്കഴുതിയായ എന്നെക്കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ ദൈവത്തിൽ ചെയ്യാനുണ്ടാകും. ഈശോ കഴുതപ്പുറത്ത് എഴുന്നള്ളിയത് വലിയൊരു എളിമയുടെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ എളിമപ്പെടാൻ ദൈവം ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. മറ്റുള്ളവരുടെ ദേഷ്യത്തിന് മുന്നിൽ പ്രതികരിക്കാതെ നിൽക്കുന്നത്, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ, ഇത്തരം എളിമപ്പെടുത്തലിൻ്റെ ഭാഗമാണ് ചിലപ്പോഴൊക്കെ നമ്മളും കഴുതകളായിട്ട് മാറണം.
ഇത്തരം കഴുതപ്പുറങ്ങളിൽ ഇരിക്കാൻ തയ്യാറാകുന്നവർക്ക് ദൈവീക മഹിമ അനുഭവിക്കാൻ സാധിക്കൂ എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന വചനം പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. മരിച്ചുപോയൊരു മകൻ്റെ ദുഃഖം ഒരമ്മ മാറ്റിയത് കർത്താവിന് അവനെ ആവശ്യമുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു ചിന്തയാണ് ആൾക്കൊരു ആശ്വാസം നൽകിയത്. ഒരു നൈമവൈദികൻ തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവിന് ഈ കഴുതിയെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് അവിടുന്ന് എന്നെ വിളിച്ചു. നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായി ദൈവം നമ്മളെ പല സ്ഥലങ്ങളിലേക്കും മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അർത്ഥം ഒന്നേയുള്ളൂ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ആവശ്യമാണ് എന്നുള്ളതാണ്. ജെറുസലേമിലേക്കുള്ള ഈശോയുടെ വരവിനെ വിശദീകരിക്കുമ്പോൾ സുവിശേഷൻ പല സ്ഥലങ്ങളെയും വിവരിക്കുന്നുണ്ട്. ഒലിവ് മല, ബഥാനിയ തുടങ്ങിയ സ്ഥലപ്പേരുകളൊക്കെ പറയുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പ്രവചനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ജനത്തിൻ്റെ പാപനിമിത്തം ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം വിട്ട് കിഴക്കേ കവാടത്തിലൂടെ പുറത്തേക്ക് പോയി എന്ന്. ഇവിടെ ഇത് അതേ ഒലിവ് മലയുടെ താഴ്വരയിലൂടെ കർത്താവ് മഹിമയോടെ ജെറുസലേമിലേക്ക് വരുന്നു. ദൈവിക മഹത്വം ജെറുസലേം ദേവാലയത്തിലേക്ക് തിരികെ വരുന്നതിൻ്റെ ഓർമ്മയായിട്ടാണ് ഓശാന ആചരിക്കപ്പെടുക. നമ്മുടെ ജീവിതത്തിലേക്കും നഷ്ടപ്പെട്ടു പോയ മഹത്വം തിരികെ തരാൻ വേണ്ടിയാണ് ഈശോ വരുന്നത്. നമ്മുടെ പാപം മൂലമോ സംസാരപ്പിഴവ് മൂലമോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക നന്മ, ദൈവിക കൃപ, ദൈവികമായ അനുഗ്രഹങ്ങൾ തിരിച്ചു തരാൻ ഈ ഓശാനയിൽ കർത്താവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. കർത്താവ് കടന്നു വരുമ്പോൾ അവിടുന്ന് കഴുതകളായ നമ്മളെ ഉപയോഗിക്കും. കർത്താവ് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക കൃപ കടന്നു വരും. ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ കൃപ തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണത്. ഈ ദേവാലയത്തിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വിജയപ്രതാപവാനായി കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് അവിടുന്ന് വരുന്നത് സഹനങ്ങളിലേക്കാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വലിയ ആത്മീയ ചൈതന്യത്തിലേക്കാണ്. നമുക്കും കടന്നു വരാം. ഈ വലിയ ആഴ്ച നമുക്ക് അനുഗ്രഹപ്രദമാവട്ടെ. ദേവാലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ അഹന്തകളെയും പാപാവസ്ഥകളെയും കഴുകിക്കളഞ്ഞ് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.